കോവിഡ് പാൻഡമിക് പേപ്പർ ഇൻഡസ്ട്രിയെ കാര്യമായി ബാധിച്ചിരുന്നു. പത്രക്കാർക്ക് നേരിട്ട് വീടുകളിൽ പത്രവിതരണം ചെയ്യാൻ കഴിയാതെയായി. സ്കൂൾസ് ഒക്കെ അടച്ചു. അധ്യാപനവും ജോലികളും ഒക്കെ ഓൺലൈനായിട്ട് മാറി. അങ്ങനെ ചെറുതും വലുതുമായ പ്രിന്റേഴ്സ് ഒക്കെ തന്നെ പണ്ട് കൊഡാക്കിന്റെ ഫിലിം ക്യാമറയ്ക്ക് സംഭവിച്ച് തങ്ങൾക്കും സംഭവിക്കുമോ എന്ന് വരെ പേടിച്ചിരിക്കുന്ന സമയമായിരുന്നു അത്. പക്ഷേ ഇന്ന് പേപ്പർ മാനുഫാക്ചറിംഗ് കമ്പനികളുടെ സ്റ്റോക്കുകൾ മുകളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ചില സ്റ്റോക്ക് മാർക്കറ്റ് അനലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഉക്രൈൻ റഷ്യൻ പ്രശ്നം, അതുപോലെ ക്രൂഡ് ഓയിലിന്റെയും മറ്റു കമ്മോഡിറ്റീസിന്റെയും ഒക്കെ ഉയരുന്ന വില തുടങ്ങിയ ഗ്ലോബൽ ഇവന്റ്സ് ഒക്കെ തന്നെ പേപ്പർ മില്ലുകളെ വളരെ കുറച്ചേ ബാധിച്ചിട്ടുള്ളൂ എന്നാണ്. വോളട്ടിലിറ്റിയും കറക്ഷനും ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ സ്ഥിരം കാഴ്ചയായിരിക്കുന്ന ഈ സമയത്ത്, ആകെ കലങ്ങി പറഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് പേപ്പർ കമ്പനീസ് നല്ല അടിപൊളിയായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കലണ്ടർ ഇയറിൽ ഇതുവരെ എടുത്ത് നോക്കുമ്പോൾ പെർഫോമൻസ് ഇരട്ടിയാക്കിയ പേപ്പർ കമ്പനീസ് വരെയുണ്ട്. മാത്രമല്ല എക്സ്പേർട്സ് വിശ്വസിക്കുന്നത് ഇപ്പോഴുള്ള ഈ ബുള്ളിഷ് മൂവ്മെന്റ് ഈ അടുത്തൊന്നും നിൽക്കാനും പോകുന്നില്ല എന്നാണ്. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ ക്രൈസിസുകൾ ബാധിക്കാത്ത തരത്തിലാണ് ഈ ഇൻഡസ്ട്രി ഇപ്പോൾ ഉള്ളത് എന്നും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സ്ട്രക്ചറൽ റിഫോംസ് ഈ ബുള്ളിഷ്നെസ്സിനെ കരുത്ത് പകരുമെന്നുമാണ് അവർ വിശ്വസിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ആലോചിക്കുമ്പോൾ നല്ല രസം തോന്നും. ഒരു വശത്ത് പേപ്പർ എന്ന സംഭവം ഒരു പ്രാചീന വസ്തുവായി മാറുന്ന തരത്തിൽ ഒരു ഹൈലി ഡിജിറ്റൽ യുഗത്തിലേക്ക് നമ്മളൊക്കെയും വളരെ റാപ്പിഡായി കടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുവശത്ത് പേപ്പറിന്റെ ഡിമാൻഡ് വളരെയധികം കൂടി വരികയുമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാവുക? നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേപ്പർ ഇൻഡസ്ട്രിയെ കുറിച്ചാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യയിലെ പേപ്പർ സ്റ്റോക്കുകൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ബുള്ളിഷ് റാലിക്ക് പിന്നിലുള്ള കാരണം എന്താണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. മാത്രമല്ല മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ച് നോക്കുമ്പോൾ ഉള്ള ടോപ്പ് 5 പേപ്പർ സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കും. അങ്ങനെ പേപ്പർ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിനുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താം. വെൽക്കം ടു ഗ്രോ മലയാളം. ദിസ് ഇസ് ഷയാസ് റഫിയ മൊയ്തീൻ. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. പേപ്പർ ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഇന്ത്യൻ പേപ്പർ ഇൻഡസ്ട്രി ഒരു അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിയാണ്. വുഡ് അഥവാ തടി ആണ് ഇവിടെ റോ മെറ്റീരിയൽ. അത് വെച്ച് പൾപ്പ്, പേപ്പർ, പേപ്പർ ബോർഡ്, മറ്റു സെല്ലുലോസ് ബേസ്ഡ് ഗൂഡ്സ് എന്നിവ ഉണ്ടാക്കുന്ന കമ്പനീസ് ആണ് ഈ ഇൻഡസ്ട്രിയിലുള്ളത്. ഇപ്പോൾ റീസൈക്ലിങ്ങിന്റെയും റീയൂസിങ്ങിന്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് കൂടി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അതുകൊണ്ട് തന്നെ വേസ്റ്റ് പേപ്പറും ഒരു റോ മെറ്റീരിയൽ എന്ന നിലയിൽ ഈ ഇൻഡസ്ട്രിയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. ഏതൊരു രാജ്യത്തിൻ്റെയും പ്രോഗ്രസ്സിൽ പേപ്പർ ഇൻഡസ്ട്രിക്കുള്ള റോള് വളരെ വലുതാണ്. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് പ്രോഗ്രസ്, അതുപോലെ ആ രാജ്യം എഡ്യൂക്കേഷന് കൊടുക്കുന്ന ഫോക്കസ് എന്നിവയുടെ ഗ്രോത്ത് ആൻഡ് അഡ്വാൻസ്മെന്റ് ട്രാക്ക് ചെയ്യാൻ ആ രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ പേപ്പർ കൺസപ്ഷൻ നോക്കിയാൽ മതി. പ്രൊഡക്ട്സിന്റെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഇന്ത്യൻ പേപ്പർ ഇൻഡസ്ട്രിയെ ഇനി പറയുന്ന ഫോളോവിംഗ് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ്: പാക്കേജിംഗ് പേപ്പർ, റൈറ്റിംഗ് ആൻഡ് പ്രിന്റിംഗ്, ന്യൂസ് പ്രിന്റ് ആൻഡ് അതേഴ്സ്. ഡെവലപ്മെന്റ് ആൻഡ് മാർക്കറ്റ് പെനട്രേഷൻ എന്നിവ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യൻ പേപ്പർ ഇൻഡസ്ട്രി ഇനിയും ഒരുപാട് വളരാൻ പാകത്തിൽ അതിന്റെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഗ്ലോബലി നോക്കുമ്പോൾ നമ്മുടെ പെർ ക്യാപിറ്റ പേപ്പർ കൺസപ്ഷൻ വളരെ കുറവാണ്. ഇന്ത്യൻ പേപ്പർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: വേൾഡ് പോപ്പുലേഷന്റെ ഏതാണ്ട് 15% ഇന്ത്യയിലാണ് ഉള്ളതെങ്കിലും ലോകത്ത് നിർമ്മിക്കപ്പെടുന്ന ടോട്ടൽ പേപ്പറിന്റെ വെറും 5% മാത്രമാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. ഇന്ത്യൻ പേപ്പർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷന്റെ പഠനം പ്രകാരം അടുത്ത 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ പേപ്പർ കൺസപ്ഷൻ 6 to 7% പെർ ആനം എന്ന നിലയിൽ വളർന്ന് 30 മില്യൺ ടൺസ് ആവും. ഫിനാൻഷ്യൽ ഇയർ 27 ആകുമ്പോഴേക്കും എന്നാണ് പ്രൊജക്ട് ചെയ്യുന്നത്. അതായത് ലോകത്തിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് പേപ്പർ മാർക്കറ്റ് ആയിരിക്കും നമ്മുടേത്. നിലവിൽ ഗ്ലോബലി പേപ്പറിന്റെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മാർക്കറ്റ് ഇന്ത്യയാണ്. ഇത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു മികച്ച സിനാരിയോ ആണ്. ഇന്ത്യൻ പേപ്പർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് അനുസരിച്ച് പേപ്പർ കൺസപ്ഷൻ ഇനിയും മുന്നോട്ട് കുതിക്കുമെന്ന് തന്നെയാണ്. ഇൻഡസ്ട്രിയിലെ എക്സ്പേർട്സിന്റെ വിശ്വാസം പേപ്പർ കൺസപ്ഷനിലുള്ള ഗ്രോത്ത് GDPയുടെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ കൺസപ്ഷനിൽ 1 kg പെർ ക്യാപിറ്റ വർധനവ് ഉണ്ടായാൽ തന്നെ അത് 1 മില്യൺ ടണ്ണിന്റെ ഡിമാൻഡിലേക്ക് നയിക്കുമെന്നുമാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെർ ക്യാപിറ്റ പേപ്പർ കൺസപ്ഷൻ ഏകദേശം 13 കിലോഗ്രാം. ഗ്ലോബൽ ആവറേജ് ആവട്ടെ 57 kgയും. അതായത് ഗ്രോത്തിനുള്ള സ്കോപ്പ് അത്രയധികം വലുതാണ് എന്നാണ് അർത്ഥം. ഇനി ഇപ്പോഴുള്ള ഈ മുന്നേറ്റത്തിനെ കുറിച്ച് പറയാം. കോവിഡിന്റെ സമയത്ത് ലോകം മുഴുവൻ ലോക്ക്ഡൌണിലേക്ക് പോയപ്പോൾ ഈ ഇൻഡസ്ട്രി പെട്ടെന്ന് ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലേക്ക് പോയി. പേപ്പറിനുള്ള ഡിമാൻഡ് കുത്തനെ കുറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾസും കോളേജസും ഓൺലൈനായി, സ്റ്റുഡൻസ് ഡിജിറ്റൽ നോട്ട്സ് എടുക്കാൻ തുടങ്ങി, കോർപ്പറേറ്റ്സും എംപ്ലോയീസും വർക്കിംഗ് ഫ്രം ഹോമിലേക്ക് പോയി, വൈറസ് പടരാതിരിക്കാൻ വേണ്ടി ന്യൂസ് പേപ്പർ ഡെലിവറി ചെയ്യുന്നത് ആളുകൾ നിർത്തി, പേപ്പറിന്റെ ഡിമാൻഡ് പൊടുന്നനെ താഴേക്ക് പതിച്ചു. ഇതുകൂടാതെ കൂടി വരുന്ന ഫ്യുവൽ കോസ്റ്റ്, സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻ തുടങ്ങിയ ചലഞ്ചസും ഈ ഇൻഡസ്ട്രി ഫേസ് ചെയ്തിരുന്നു. പിന്നെ എവിടം തൊട്ടാണ് ഈ ഇൻഡസ്ട്രി മുന്നേറ്റം തുടങ്ങിയത്? ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ കറന്റ് സിറ്റുവേഷൻ.
കോവിഡ് കാലത്ത് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ആളുകൾ പുറത്തേക്ക് ഇറങ്ങാതെയായി അല്ലേ? ഓൺലൈൻ പർച്ചേസ് കൂടി. അങ്ങനെ ഇ കൊമേഴ്സ് ബിസിനസ് വർദ്ധിച്ചു. ഇത് പേപ്പർ ഇൻഡസ്ട്രിക്ക് വളരെയധികം സഹായകരമായി. എങ്ങനെ? നിങ്ങൾ അവസാനമായി ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വാങ്ങിയ പ്രൊഡക്റ്റിന്റെ ഷിപ്മെന്റ് എങ്ങനെയായിരുന്നു? അതൊരു പാക്കേജിംഗ് ബോർഡ് ബോക്സിൽ കവർ ചെയ്തിട്ടല്ലേ വന്നിട്ടുണ്ടാവുക? യെസ്, ഈ കൊറുഗേറ്റഡ് ബോക്സസ് പേപ്പർ പൾപ്പിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത്. ഈ പാക്കേജിംഗ് ബോക്സുകളുടെ വൈഡ് സ്പ്രെഡ് ഉപയോഗം പേപ്പർ ഇൻഡസ്ട്രിക്ക് ഒരുപാട് ഓർഡേഴ്സ് നേടിക്കൊടുക്കുകയും തിരിച്ചു വരവിന് വഴിയൊരുക്കുകയും ചെയ്തു. പിന്നെ മെല്ലെ കോവിഡിന്റെ എഫക്റ്റ് കുറഞ്ഞു വരാൻ തുടങ്ങി, എക്കണോമിക്സ് ഉയരാൻ തുടങ്ങി, കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങി, കോർപ്പറേറ്റ്സ് ഒക്കെ ഹൈബ്രിഡ് മോഡിലേക്ക് മാറി, ഓഫീസുകൾ വീണ്ടും തുറന്നു. കൂടാതെ ഇന്ത്യൻ ഗവൺമെന്റ് 1 ജൂലൈ 2022 സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സിന്റെ മാനുഫാക്ചറിംഗ്, ഇമ്പോർട്ടിംഗ്, സ്റ്റോക്കിംഗ്, സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നിവ നിരോധിച്ചു നമ്മുടെ രാജ്യത്ത്. ഇത് കാരണം പേപ്പർ കൊണ്ടുണ്ടാക്കിയ സ്ട്രോസ്, കപ്സ് ആൻഡ് ബാഗ്സ് എന്നിവയുടെ ഡിമാൻഡ് കൂടി. പേപ്പർ ഇൻഡസ്ട്രിക്ക് അത് ഗുണമാവുകയും ചെയ്തു. ഇ കോമേഴ്സിന്റെ ഡിമാൻഡ് കോവിഡിന് ശേഷവും അതുപോലെ തന്നെ തുടർന്നതുകൊണ്ട് പേപ്പറിനുള്ള ഡിമാൻഡ് വീണ്ടും ഉയരാൻ തുടങ്ങി. ഈ അധിക ഡിമാൻഡ് ഇൻഡസ്ട്രിക്ക് ചില പുതിയ ചലഞ്ചസ് ഉണ്ടാക്കി. റോ മെറ്റീരിയൽസ് സോഴ്സ് ചെയ്യൽ ഒരു പ്രധാന വെല്ലുവിളിയായി മാറി. നമ്മൾ പറഞ്ഞു പേപ്പർ പ്രധാനമായും ഉണ്ടാക്കുന്നത് അഗ്രോ റെസിഡ്യൂസിൽ നിന്നോ വേസ്റ്റ് പേപ്പറിൽ നിന്നോ പൾപ്പിൽ നിന്നോ ആണ് എന്ന്. വേസ്റ്റ് പേപ്പർ സോഴ്സ് ചെയ്യുന്നത് ഒരു മെനക്കെട്ട പരിപാടിയാണ് ഇന്ത്യയിലെ പെർ ക്യാപിറ്റ പേപ്പർ കൺസപ്ഷൻ അറൌണ്ട് 20 കിലോഗ്രാം ആണല്ലോ. വെസ്റ്റേൺ കൺട്രീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. ഈ കുറഞ്ഞ ഉപഭോഗം കാരണം വളരെ കുറച്ച് വേസ്റ്റ് പേപ്പർ ഇവിടെ ഉണ്ടാക്കപ്പെടുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ആവശ്യമുള്ള വേസ്റ്റ് പേപ്പറിന്റെ 70% ഇറക്കുമതി ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കോവിഡിന്റെ സമയത്ത് ആ രാജ്യങ്ങളിൽ പോലും അധികം വേസ്റ്റ് പേപ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നില്ല. അപ്പോൾ അവരുടെ എക്സ്പോർട്ടും കുറഞ്ഞു. സപ്ലൈ ചെയിൻ കൺസ്ട്രെയിൻസും മറ്റൊരു ഫാക്ടർ ആയിരുന്നു. യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ ഇന്ത്യയിലേക്കുള്ള വേസ്റ്റ് പേപ്പർ എക്സ്പോർട്ട്സ് നിരോധിക്കുകയും ചെയ്തു. ഇത് കാരണം റോ മെറ്റീരിയൽ സോഴ്സിംഗ് വളരെ ചെലവേറിയതായി. പേപ്പർ ഇൻഡസ്ട്രിക്ക് വില കൂട്ടേണ്ടി വന്നു. ആ സമയത്ത് റോ മെറ്റീരിയൽസിന്റെ മികച്ച ഇൻവെന്ററി ഓൾറെഡി ഉണ്ടായിരുന്ന കമ്പനീസിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായി. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ എല്ലാ കമ്പനീസിനും ഗുഡ് ഇൻവെന്ററി ഉണ്ടായിരുന്നില്ല, അതും അത്രയും കുറഞ്ഞ ചെലവിൽ. പക്ഷേ ചില കീ പ്ലെയേഴ്സിന് ഗ്ലോബലി റോ മെറ്റീരിയൽസ് കോസ്റ്റ് കുറഞ്ഞിരുന്ന സമയത്ത് പേപ്പർ ഇൻഡസ്ട്രിയിലെ റോ മെറ്റീരിയൽസിന്റെ ഹൈ ഇൻവെന്ററി ലെവൽസ് ഉണ്ടായിരുന്നു എന്ന് കാണാം. കൂടാതെ റോ മെറ്റീരിയൽ സോഴ്സ് ചെയ്യാൻ മികച്ച ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ ഉണ്ടായിരുന്ന കമ്പനീസ്, അതുപോലെ ലോക്കലി തന്നെ റോ മെറ്റീരിയൽസ് സോഴ്സ് ചെയ്ത കമ്പനീസ്, ഇവരൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ നന്നായിട്ട് ആ സമയത്ത് നേട്ടം കൊയ്തു. ഇതൊക്കെ കാരണം വില കൂടുകയും എന്നാൽ റോ മെറ്റീരിയൽസിന്റെ ചിലവ് അതേപോലെ തന്നെ തുടരുകയും ചെയ്തു. ഇത് ഈ കമ്പനീസിന്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടുകയും ചെയ്തു. ഇനി മറ്റൊരു രസകരമായ കാര്യം, ഈ അടുത്ത് യൂറോപ്യൻ യൂണിയൻ വേസ്റ്റ് പേപ്പറിന്റെ എക്സ്പോർട്ടിൽ ഉണ്ടാക്കിയിരുന്ന നിരോധനം എടുത്തു കളയുകയും ചെയ്തു. അതിന്റെ കാരണമായിട്ട് പറഞ്ഞത് ആ ബാൻ ഒരു ക്ലറിക്കൽ എററിൽ സംഭവിച്ചതാണ് എന്നാണ്. എന്തായാലും അതും കൂടെ ആയപ്പോൾ ഓവറോൾ ഇൻഡസ്ട്രി കൂടുതൽ സ്ട്രോങ് ആയി. ഇപ്പോൾ ഈ ഇൻഡസ്ട്രി റോ മെറ്റീരിയൽ സോഴ്സ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയ മെത്തേഡ്സ് അന്വേഷിക്കുകയാണ്. കൂടി വരുന്ന ഡിമാൻഡ്, ഹയർ പ്രൈസസ് എന്നിവ കാരണം ഈ സെക്ടർ വരുന്ന കാലങ്ങളിലും നന്നായി പെർഫോം ചെയ്യുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ലിറ്ററസി, എഡ്യൂക്കേഷൻ എന്നിവയിൽ ഗവൺമെന്റ് നൽകുന്ന പ്രത്യേക ശ്രദ്ധ, ഇംപ്രൂവ് ചെയ്തു വരുന്ന ഇൻകം ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്നിവ കൂടെ ഈ ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിനെ സഹായിക്കും. ഇനി നമുക്ക് ഈ ഇൻഡസ്ട്രിക്ക് മുൻപിലുള്ള ചില വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. റോ മെറ്റീരിയൽ ഷോർട്ടേജ് ഒരു പ്രശ്നം തന്നെയാണെന്ന് ഇന്ത്യൻ പേപ്പർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ അഭിപ്രായപ്പെട്ടിരുന്നു. വുഡ് ഫൈബർ ഡെഫിഷ്യന്റ് കൺട്രി എന്ന നിലക്ക് ഇന്ത്യയിൽ ഡൊമസ്റ്റിക് സോഴ്സസിൽ നിന്നും റോ മെറ്റീരിയൽസ് ലഭ്യമാക്കുന്നതിൽ പരിമിതികളുണ്ട്. ഇത് ഇറക്കുമതി കൂട്ടും, അങ്ങനെ ചെലവും കൂട്ടും. കൂടാതെ നമ്മുടെ രാജ്യത്ത് വേസ്റ്റ് പേപ്പർ കളക്ഷൻ മെക്കാനിസം അത്ര സ്ട്രോങ് അല്ല. മാത്രമല്ല ഇത് അൺഓർഗനൈസ്ഡും ആണ്. പാൽപ്പബിൾ വുഡിനുള്ള നിലവിലെ ഡിമാൻഡ് ഏകദേശം 11 മില്യൺ ടൺസ് പെർ ആനം ആണ്. ഇത് ഇനിയും കൂടും എന്നാണ് കരുതുന്നത്. റോ മെറ്റീരിയൽസിന്റെ ഡൊമസ്റ്റിക് അവൈലബിലിറ്റി ആവട്ടെ വെറും 9 മില്യൺ TPA ആണ്. അപ്പോൾ വരും കാലങ്ങളിൽ ഈ ഇൻഡസ്ട്രി ഇതിനെ എങ്ങനെ അഡ്രസ് ചെയ്യുമെന്ന് നോക്കിക്കാണുക തന്നെ വേണം. അപ്പോൾ ഇനി നമുക്ക് ടോപ്പ് 5 പേപ്പർ സ്റ്റോക്സ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ചെറുതിൽ നിന്നും വലുതിലേക്ക് പോകാം. ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് കമ്പനി ശേഷസായി പേപ്പർ ആൻഡ് ബോർഡ്സ് ലിമിറ്റഡ്, അതായത് SPBL. 1960 SPBL ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. പേപ്പർ ഇൻഡസ്ട്രിയിൽ 60 വർഷത്തെ ഗുഡ് എക്സ്പീരിയൻസ് ഉണ്ട് ഇവർക്ക്. രാജ്യത്തുടനീളം ഈസിയായും എഫിഷ്യൻ്റ് ആയും പ്രൊഡക്ട്സ് വിൽക്കാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒരു സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് SPBL ഉണ്ട്. ഈ കമ്പനിക്ക് സൗത്ത് ഇന്ത്യയിൽ നല്ല ഒരു പേര് തന്നെയുണ്ട്. ഡൊമസ്റ്റിക് ഡിസ്ട്രിബ്യൂഷന് പുറമെ USA, ശ്രീലങ്ക, പിന്നെ കുറച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യാനായി സെയിൽസ് ചാനൽസും ഇവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം കമ്പനി കടങ്ങളൊക്കെ അടച്ചു തീർത്ത് ഇപ്പോൾ ഡെറ്റ് ഫ്രീ ആണ്.
കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫിനാൻഷ്യൽ ഇയർ 22-ൽ കമ്പനി റവന്യൂ ഇരട്ടിപ്പിച്ചുകൊണ്ട് 1355 കോടി രൂപയാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രോത്ത് ബോട്ടം ലൈനിലേക്ക് എത്തിയിട്ടില്ല. പ്രോഫിറ്റ് ഗ്രോത്ത് ഇങ്ങനെ ഫ്ലാറ്റ് ആകാനുള്ള കാരണം റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് വോളറ്റിലിറ്റി തന്നെയാണ്. ഇനി ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് സ്ക്രീനിൽ നോക്കാം. Current market price 286.3 rupees. PE ratio 12.59. Debt to equity is 0. 5-year sales CAGR 4.11%. Return on equity 8.85%. 1-year returns 59.9%. 5-year CAGR returns 14.24%. 200 DMA 202.6. RSI 14 74.84. Second company Andhra Paper Limited. പേപ്പർ ബോർഡ് ആൻഡ് പൾപ്പ് എന്നിവയുടെ മാനുഫാക്ചറിംഗിലാണ് ആന്ധ്ര പേപ്പർ എൻഗേജ് ചെയ്യുന്നത്. റൈറ്റിംഗ് ആൻഡ് പ്രിന്റിംഗ് പേപ്പർ ആണ് ഇവർ പ്രധാനമായും ഉണ്ടാക്കുന്നത്. ഇതിന് പുറമെ ഫോട്ടോസ്, ബാറ്ററീസ്, ചാർട്ട്സ് ആൻഡ് പാക്കേജിംഗ് മെറ്റീരിയൽ എന്നിവയിൽ ഉപയോഗിക്കുന്ന സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. കമ്പനി അവരുടെ കടമെടുപ്പ് കാര്യമായി കുറച്ചു വന്നിരിക്കുന്നു. 2015-ൽ 500 കോടിയിൽ കൂടുതലായിരുന്ന ബോറോവിംഗ് ഫിനാൻഷ്യൽ ഇയർ 2022-ൽ വെറും 59 കോടിയായി മാറിയിട്ടുണ്ട്. ഇത് ഇൻട്രസ്റ്റ് കോസ്റ്റ് സേവ് ചെയ്യാൻ കമ്പനിയെ സഹായിക്കുന്നുണ്ട്. ഇത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും സഹായിച്ചേക്കാം. പേപ്പർ ഇൻഡസ്ട്രിയുടെ സൈക്ലിക്കൽ നേച്ചർ കാരണം മറ്റു കമ്പനികളും നേരിടുന്ന ചില ഇഷ്യൂസ് ആന്ധ്ര പേപ്പർ കമ്പനിയും നേരിടുന്നുണ്ട്. റോ മെറ്റീരിയൽ പ്രൈസ് ഹൈലി വോളറ്റൈൽ ആയി തുടരുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ടോട്ടൽ എക്സ്പെൻസിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസിന്റെ റേഞ്ച് വളരെ വൈഡ് ആണ്. കഴിഞ്ഞ 10 വർഷം എടുക്കുമ്പോൾ ഇത് 19% to 46% ഇടയിലായിട്ടാണ് വരുന്നത്. ഈ വേരിയബിലിറ്റി കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുകയും പ്രോഫിറ്റ്സ് വോളറ്റൈൽ ആക്കുകയും ചെയ്യുന്നു. ഇനി ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം നമുക്ക്. Current market price 473.4 rupees, PE ratio 9.5, debt to equity 0.05, 5-year sales CAGR 3.32%, return on equity 13.63%, 1-year returns 104.78%, 5-year CAGR returns 9.76%, 200 DMA 327.45, RSI 14 76.06. നെക്സ്റ്റ് കമ്പനി വെസ്റ്റ് കോസ്റ്റ് പേപ്പർ മിൽസ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രിന്റിംഗ് പേപ്പർ ആൻഡ് പാക്കേജിംഗ് മെറ്റീരിയൽ മാനുഫാക്ചറേഴ്സിൽ ഒന്നാണ് വെസ്റ്റ് കോസ്റ്റ് പേപ്പർ മിൽസ് ലിമിറ്റഡ്. 1955-ൽ കർണാടകയിലാണ് ഇത് സ്ഥാപിച്ചത്. പബ്ലിഷിംഗിന് മുതൽ പാക്കേജിംഗ് മെറ്റീരിയൽ ആയി വരെ പല യൂസുകൾക്കായിട്ടുള്ള പ്രൊഡക്ട്സ് ഇവർ നിർമ്മിക്കുന്നുണ്ട്. വെസ്റ്റ് കോസ്റ്റ് പേപ്പർ മിൽസിന്റെ ടോട്ടൽ കപ്പാസിറ്റി 3.2 ലാക്ക് മെട്രിക് ടൺസ് ആണ്. ബാക്ക്വാർഡ് ഇന്റഗ്രേറ്റഡ് ആയതുകൊണ്ട് ഇൻപുട്ട് പ്രൈസസിന്റെ വോളറ്റിലിറ്റിയെ കയ്യിലൊതുക്കാനും ഓപ്പറേറ്റിംഗ് മാർജിൻസിനെ ബാധിക്കാതെ വെക്കാനും കമ്പനിക്ക് ആകുന്നുണ്ട്. ആദ്യം പറഞ്ഞ രണ്ട് പേപ്പർ കമ്പനീസുമായി കമ്പയർ ചെയ്യുമ്പോൾ വെസ്റ്റ് കോസ്റ്റിന് അവരുടെ റവന്യൂസ് കുറച്ചുകൂടെ സ്റ്റേബിളായി നിലനിർത്താൻ പറ്റുന്നുണ്ട്. കോവിഡ് കാരണം എക്കണോമിക് ആക്ടിവിറ്റി ഡൗൺ ആയ സമയത്ത് പോലും ഫിനാൻഷ്യൽ ഇയർ 2021-ൽ റവന്യൂവിൽ കാര്യമായിട്ട് കുറവുണ്ടായിട്ടില്ല. ഫിനാൻഷ്യൽ ഇയർ 2022-ലും കമ്പനി റവന്യൂസ് 50% വെച്ച് വർദ്ധിപ്പിച്ചതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഒരു നല്ല ഹെൽത്തി ബേസിസിൽ തന്നെ. ഒരു ഫൺ ഫാക്ട് ഉള്ളത്, ഒക്ടോബർ 2019-ൽ വെസ്റ്റ് കോസ്റ്റ് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ ആന്ധ്ര പേപ്പേഴ്സ് ലിമിറ്റഡിന്റെ മെജോറിറ്റി സ്റ്റേക്കും ഏറ്റെടുക്കുകയുണ്ടായി. ഇപ്പോൾ അതിന്റെ 72% വെസ്റ്റ് കോസ്റ്റിന്റെ കയ്യിലാണ്. കമ്പനിയുടെ ക്യാഷ് ഫ്ലോസും മാർജിൻസും പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ പ്രൈസസിനെയാണ്. ഈ ഇൻഡസ്ട്രി ഗ്ലോബൽ ഡിമാൻഡ് സപ്ലൈ സിനാരിയോയുമായി ഇങ്ങനെ കൂടി കലർന്നിരിക്കുന്നതിനാൽ ഇതിലുണ്ടാകുന്ന ഏതൊരു ഡൗൺ ടേണും വെസ്റ്റ് കോസ്റ്റിന്റെ ഫിനാൻഷ്യൽസിനെ സാരമായി ബാധിച്ചേക്കാം. ഇനി നമുക്ക് വെസ്റ്റ് കോസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. Current market price 565.3 rupees, PE ratio 8.11, debt to equity 0.28, return on equity 20.15, 1-year returns 142.04%, 5-year CAGR returns 24.63%, 200 DMA 367.43, RSI 14 75.73. ഇനി ഫോർത്ത് കമ്പനി JK പേപ്പർ ലിമിറ്റഡ്. JK പേപ്പർ തുടങ്ങിയത് 1962-ലാണ്. കമ്പനി ഈ അടുത്ത് അതിന്റെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി 1,70,000 ടൺസ് പെർ ആനം കൂട്ടിക്കൊണ്ട് ടോട്ടൽ കപ്പാസിറ്റി 7,61,000 ടൺസ് പെർ ആനം ആക്കിയിട്ടുണ്ട്. ഈ കമ്പനി ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് മാനുഫാക്ചറർ ഓഫ് പേപ്പർ ആൻഡ് പാക്കേജിംഗ് ബോർഡ് ആണ്. JK പേപ്പറിന് കോപ്പിയർ പേപ്പേഴ്സിൽ 28% മാർക്കറ്റ് ഷെയറും കോട്ടഡ് പേപ്പറിൽ 10%, പാക്കേജിംഗ് ബോർഡ് മാനുഫാക്ചറിംഗിൽ 19% മാർക്കറ്റ് ഷെയറും ഉണ്ട്. കഴിഞ്ഞ 5 ഇയേഴ്സിൽ 27% CAGRന്റെ നെറ്റ് പ്രോഫിറ്റ് ഇൻവെസ്റ്റേഴ്സിനായിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. കൂടാതെ കമ്പനിയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റജിക് ആയിട്ടാണ്, അതായത് റോ മെറ്റീരിയൽസ് കിട്ടുന്നതിന്റെ തൊട്ടടുത്തായിട്ടാണ്. അതുകൊണ്ട് ഫ്രൈറ്റ് ആൻഡ് ഷിപ്പിംഗ് കോസ്റ്റ് കുറക്കാൻ കഴിയും ഇവർക്ക്. JK പേപ്പർ അതിന്റെ കാപ്പെക്സ് പ്ലാനിന് വേണ്ട ഫണ്ടിന്റെ ഭൂരിഭാഗവും കണ്ടെത്തിയിരിക്കുന്നത് ഡെറ്റ് വഴിയാണ്. ഇത് ബാലൻസ് ഷീറ്റിൽ കടബാധ്യത കൂട്ടിയിട്ടുണ്ട്, പ്രോഫിറ്റബിലിറ്റിയെ ബാധിച്ചിട്ടുമുണ്ട്. കൂടാതെ വനനശീകരണം, ക്ലൈമറ്റ് ചേഞ്ച് എന്നിവയൊക്കെ കൊണ്ട് പ്രധാന റോ മെറ്റീരിയൽസ് ആയ വുഡ് പൾപ്പിന്റെ പ്രൈസ് കൂടി വരികയാണ്. അതുകൊണ്ട് ഇൻപുട്ട് കോസ്റ്റ് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കാനായില്ലെങ്കിൽ അത് കമ്പനിയുടെ ബോട്ടം ലൈനിനെ ബാധിച്ചേക്കാം. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം.
Current market price 426.25 rupees, PE ratio 10.31, debt to equity 1.02, 5-year sales CAGR 8.59%, return on equity 19.02%, 1-year returns 68.43%, 5-year CAGR returns 29.75%, 200 DMA 312.48, RSI 14 59.6. Last company Century Textiles and Industries Limited. BK Birla ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഒരു സിംഗിൾ യൂണിറ്റ് ടെക്സ്റ്റൈൽസ് എൻറ്റിറ്റിയിൽ നിന്നും 1897 ഈ കമ്പനി ഡൈവേഴ്സ് ഇൻഡസ്ട്രീസിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ പവർ ഹൗസ് ആയി ട്രാൻസ്ഫോം ചെയ്യുന്നത്. നിലവിൽ ഈ ബിസിനസ് ഹൗസ് കോട്ടൺ ടെക്സ്റ്റൈൽസിൽ ഒരു ട്രെൻഡ് സെറ്റർ ആണ്. കൂടാതെ പൾപ്പ് ആൻഡ് പേപ്പർ, റിയൽ എസ്റ്റേറ്റ് എന്നീ സെക്ടേഴ്സിൽ ഒരു റിമാർക്കബിൾ പ്രസൻസ് ഇവർക്കുണ്ട്. ടെക്സ്റ്റൈൽസ് ആൻഡ് പേപ്പർ മാനുഫാക്ചറിംഗ് സെഗ്മെന്റ്സിലായി 4.81 lakh MTPAയുടെ റൈസിംഗ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ കാരണം കമ്പനിയുടെ റവന്യൂ കൂടിയിട്ടുണ്ട്. റവന്യൂവിൽ 40% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ഉണ്ടായെങ്കിലും നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് തന്നെയായിരുന്നു. ഇതിന്റെ കാരണം പ്രൈസിംഗ് പ്രഷറും ഇന്റൻസ് കോമ്പറ്റീഷൻ കോസ്റ്റുമാണ്. ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഇനി നമുക്ക് സ്ക്രീനിൽ നോക്കാം. Current market price 936.3 rupees, PE ratio 44.55, debt to equity 0.31, 5-year sales CAGR -11.59, return on equity 5.45%, 1-year returns 9.66%, 5-year CAGR returns 9.87%, 200 DMA 808.28, RSI 14 65.4. അപ്പോൾ ടോപ്പ് 5 കമ്പനീസുമായി ഇനി ആ ചോദ്യത്തിലേക്ക് വരാം. പേപ്പർ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ? എന്താണ് ഇതിനെക്കുറിച്ച് അനലിസ്റ്റുകൾക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ പേപ്പർ മാനുഫാക്ചർ അസോസിയേഷന്റെ സെക്രട്ടറി ജനറലായ രോഹിത് പണ്ഡിറ്റിന്റെ അഭിപ്രായ പ്രകാരം പേപ്പർ ഇൻഡസ്ട്രിയിൽ ഇന്ത്യ ഒരു പൊടുന്നനെയുള്ള വളർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന കാരണം എക്സ്പോർട്സ് കൂടുന്നതും ഇമ്പോർട്ട്സ് കുറയുന്നതുമാണ്. പക്ഷേ ഗ്ലോബൽ ഇഷ്യൂസ് ഒക്കെ ഒന്ന് അടങ്ങിക്കഴിയുമ്പോൾ ഇമ്പോർട്ട്സ് വീണ്ടും കൂടും. അത് ഇന്ത്യൻ പേപ്പർ ഇൻഡസ്ട്രിക്ക് ഒരു വെല്ലുവിളിയുടെ സമയമായിരിക്കും. കാരണം ഷിപ്പിംഗ് കോസ്റ്റും മറ്റു ഫാക്ടേഴ്സും സാധാരണഗതിയിലേക്ക് വന്നാൽ ഇമ്പോർട്ട് പ്രൈസ് താഴാം. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സിന്റെ നിരോധനം പേപ്പർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്നതിനെക്കുറിച്ച് മേത്ത ഇക്വിറ്റീസിൽ നിന്നുമുള്ള മിസ്റ്റർ പ്രശാന്ത് തപ്സി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരം നിരോധനങ്ങൾ എത്രമാത്രം പ്രോപ്പറായി നടപ്പിലാക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും അത് കമ്പനികൾക്ക് എത്രമാത്രം എഫക്റ്റീവ് ആകും എന്നത്. മണി കൺട്രോളുമായുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി, സ്ട്രോങ് എക്സ്പെക്ടേഷൻ കാരണം Q2 and 3 ഈ സ്റ്റോക്കുകൾ ഔട്ട് പെർഫോം ചെയ്തേക്കാം എന്ന്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പോലെയുള്ള ഗവൺമെന്റിന്റെ ചില പോളിസീസ് എഡ്യൂക്കേഷനിലും കരിക്കുലത്തിലും ഉണ്ടാക്കുന്ന ചേഞ്ചസ് ഇനിയും ഡിമാൻഡ് കൂട്ടുകയും ചെയ്തേക്കാം എന്നും അദ്ദേഹം പറയുന്നു. പ്രോഫിറ്റ് മാർട്ട് സെക്യൂരിറ്റീസിലെ അവിനാഷ് ഗോരഷ്കർ പറഞ്ഞത്, ഡീസന്റ് വാല്യൂഷൻസിലുള്ള കമ്പനീസും സ്റ്റോക്സും വരുന്ന 3 to 6 months നല്ല രീതിയിൽ തന്നെ ഇനിയും അങ്ങോട്ട് പെർഫോം ചെയ്യുമെന്നാണ്. സോ ഓവറോളായി നോക്കുമ്പോൾ പേപ്പർ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അനലിസ്റ്റുകൾ പോസിറ്റീവാണ്. പക്ഷേ തീർച്ചയായും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഈ ഇൻഡസ്ട്രിക്ക് ആവശ്യത്തിനുള്ള ചലഞ്ചസും ഉണ്ട്. അപ്പോൾ അത്രയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നമ്മൾ പ്രത്യേകം പറയുന്നത്, ഈ വീഡിയോസ് എല്ലാം തന്നെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നൽകുന്നില്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നന്നായി റിസർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ കൺസൾട്ടേഷൻ നടത്തുക. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് അറിയിക്കാനുള്ളത്, ഇപ്പോൾ ഫേസ്ബുക്കിൽ ഗ്രോ മലയാളത്തിന്റെ പേജ് ഉണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിൽ ഉണ്ടെങ്കിൽ, ആക്റ്റീവ് ആണെങ്കിൽ ഫോളോ ചെയ്യൂ. നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെയും നമ്മുടെ അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ഫോളോ അവർ ഫേസ്ബുക്ക് പേജ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.